ഇവിടെ ഫിസിയോതെറാപ്പി ഡിപ്പാർട്ട്മെന്റിൽ ബാക്ക് പെയിന്റെ ട്രീറ്റ്മെന്റിനായിട്ട് വരുന്ന ആളുകളുടെ ഹിസ്റ്ററി എല്ലാം എടുക്കുന്ന സമയത്ത് ചില ആളുകളിൽ അവർ പറയുന്ന ഒരു പ്രോബ്ലം അവരുടെ ഓൺ വേർഡ്സിന് ഇതുപോലെ ബാക്ക് പെയിൻ ഉണ്ടായിരുന്നു, അപ്പോൾ ഡിസ്ക് പിടിച്ചിട്ടു, വലിച്ചിട്ടു, അങ്ങനെ പല പരിപാടികൾക്കെല്ലാം പോയി. പക്ഷെ ഉദ്ദേശിച്ച പോലെ ഒരു ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു റിസൾട്ട് കിട്ടില്ല. ചെയ്യുന്ന സമയത്ത് നല്ല റിലീഫ് ഉണ്ടായിരുന്നു, പക്ഷെ വീട്ടിലെത്തിയപ്പോഴേക്കും വീണ്ടും പഴയ പോലെ വേദന വന്നു. അതുപോലെ ലാസ്റ്റിംഗ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടിയില്ല എന്നുള്ളതല്ല. അപ്പൊ ഈ ഒരു കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പല കാരണങ്ങൾ കൊണ്ട് നമുക്ക് ബാക്ക് പെയിൻ വരാം. ഇപ്പോൾ ഒരു പക്ഷേ ജോയിന്റ്സിന്റെ മെലൈൻമെന്റ് റിലേറ്റഡ് ആയിട്ടാണ് നിങ്ങളുടെ ബാക്ക് പെയിൻ വന്നതെങ്കിൽ, ഇപ്പോൾ നമ്മുടെ ബാക്കിൽ പറയുകയാണെങ്കിൽ സ്പൈനൽ ജോയിന്റ്സ് ഉണ്ട്, സാക്രോയിലിയക് ജോയിന്റ്സ്, അങ്ങനെ പല ജോയിന്റ്സ് ഉണ്ട്. അപ്പോൾ ഈ ജോയിന്റ്സിന്റെ അലൈൻമെന്റിൽ എന്തെങ്കിലും ഇഷ്യൂസ്, അതിന്റെ ഇഷ്യൂസ് റിലേറ്റഡ് ആയിട്ടാണ് നിങ്ങളുടെ ബാക്ക് പെയിൻ എങ്കിൽ ഒരു പരിധി വരയ്ക്കും ഇത്തരത്തിലുള്ള മാനിപ്പുലേഷൻസും കൈറോപ്രാക്ടീസും മാത്രം ചെയ്യുന്നത് ഹെൽപ്ഫുൾ ആയിരിക്കും. ഒരു പക്ഷേ സോഫ്റ്റ് ടിഷ്യൂ റിലേറ്റഡ് ആയിട്ടാണ് നിങ്ങളുടെ ബാക്ക്, ഉദാഹരണം പറയുകയാണെങ്കിൽ മസിൽ സ്ട്രെയിൻ, മസിൽ സ്പാസം, നെർവ് റിലേറ്റഡ്, അപ്പൊ അതുപോലുള്ള കാര്യങ്ങൾ കൊണ്ടാണ് നിങ്ങളുടെ ബാക്ക് പെയിൻ വരുന്നെങ്കിൽ അതിന്റെ എല്ലാം റൂട്ട് കോസ് എന്താണെന്ന് കണ്ടെത്തി ആ റൂട്ട് കോസിനെ ക്ലിയർ ചെയ്യാതെ ഒരിക്കലും നിങ്ങൾക്ക് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു റിസൾട്ട് ബാക്ക് പെയിനിൽ കിട്ടണമെന്നുണ്ടാവില്ല.